ബഹുമാനപ്പെട്ട ശ്രീ അഹമ്മദ് ദേവർഗോവിൽ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുകയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും ഈ സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. സാധാരണഗതിയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല ഇടതുപക്ഷ ജനാധിപത്യം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പാലിക്കാനുള്ള വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് നമുക്കറിയാം. അതുകൊണ്ടായിരുന്നു 2016 ഭരണത്തിന് ശേഷവും 2021 വീണ്ടും ഒരു തുടർ ഭരണത്തിനുള്ള അവസരം ഈ സംസ്ഥാനത്ത് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയത് എന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF നടത്തിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരവേലകളിൽ ഒരിക്കൽ പോലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ നമ്മോട് ചെയ്തിട്ടുള്ള വാഗ്ദത്ത ലംഘനത്തെക്കുറിച്ച് അവർ സൂചിപ്പിക്കുന്നത് കണ്ടില്ല. അവരുടെ ആവനാടിയിലെ അവസാന അസ്ത്രങ്ങളും എടുത്ത് ഇടതുപക്ഷത്തിനെതിരായി പ്രയോഗിക്കുന്നതായാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നമ്മോട് പറഞ്ഞത് കള്ളപ്പണം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഓരോ പൗരൻ്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നൽകുമെന്നാണ്. ഒരു ചില്ലിക്കാല് പോലും നൽകാത്ത ഈ നടപടി ചോദ്യം ചെയ്യപ്പെട്ടില്ല. ഓരോ വർഷവും 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല. PSC മുഖേനയുള്ള നിയമനം നടത്താത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും PSC നിയമനം നടത്തിയ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. 2016 നോട്ട് നിരോധനം നമുക്കറിയാമായിരുന്നു. ആ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് കള്ളപ്പണം പുറത്തു കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ പുതിയ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ പാവപ്പെട്ടവൻ ബാങ്കിലിട്ട കല്യാണത്തിന് വെച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വെച്ച പണം തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ, ATMകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ പോലീസ് ലാത്തിചാർജ് ചെയ്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമായപ്പോൾ അതിനെതിരായി പ്രതികരിക്കാൻ ബാധ്യസ്ഥമായ UDF ആ സമയവും കൂടി ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാനായിരുന്നു ശ്രമിച്ചത് എന്ന ദുഃഖസത്യം നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. 2018 2019 മഹാപ്രളയങ്ങളും 2019 വന്ന കോവിഡ് മഹാമാരിയും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ തകർത്തെറിഞ്ഞു. കൂടാതെ മോദി സർക്കാരിൻ്റെ കേരളത്തോടുള്ള വൈരുദ്ധ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സാമ്പത്തിക രംഗത്തിന് വലിയ ആഘാതങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമുള്ളതാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്തെറിയുന്ന രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതങ്ങൾ നൽകുന്നതിനോ മഹാമാരികളുടെ പശ്ചാത്തലത്തിൽ കടമെടുപ്പിൽ ഇളവുകൾ നൽകുന്നതിനോ കേന്ദ്രം വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് ഈ സർക്കാർ നൽകുന്ന വലിയ സംഭാവനകളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സർ, UDF ഭരണത്തിൽ വ്യവസായത്തിൻ്റെ ശവപ്പറമ്പായി മാറിയ കേരളത്തെ പുനരുദ്ധരിക്കാൻ LDF അധികാരത്തിൽ വരേണ്ടി വന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ വ്യവസായ മന്ത്രിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വ്യവസായ രംഗം ഒരു മാന്ദ്യത്തിന് ശേഷം വീണ്ടും ഉണർവിൻ്റെ പാതയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡാനന്തരം ഈ സർക്കാർ 1,20,000-ഓളം സംരംഭങ്ങൾക്കാണ് രജിസ്ട്രേഷനും സാമ്പത്തിക സഹായങ്ങളും നൽകിയത്. അതിലൂടെ 5.5 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഈ സംസ്ഥാനത്ത് ഈ പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടാക്കിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വലിയ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ സ്വപ്നമാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതികൾ വെച്ച് പരിശോധിച്ചാൽ നമുക്കതിന് ഉപയോഗപ്പെടുത്താവുന്ന ഭൂമിയുടെ അളവ് വളരെ കുറവാണ് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ HR സംവിധാനങ്ങളെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന മേഖലകൾ ഏത് എന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് IT മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വ്യവസായ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സൈബർ പാർക്കുകൾ സ്ഥാപിക്കുക മാത്രമല്ല, എല്ലാം ഗവൺമെൻറ്റിന് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാത്ത രീതിയിൽ പ്രൈവറ്റ് ഉടമസ്ഥതയിൽ കൂടെ സൈബർ പാർക്കുകളും അതുപോലെ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള വ്യവസായ പാർക്കുകൾക്ക് അനുമതി കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എൻ്റെ നാടായ കോഴിക്കോട്ട് IT വ്യവസായവുമായി ബന്ധപ്പെട്ട് സൈബർ പാർക്കിൽ ഉള്ള എല്ലാ മുറികളും പരിപൂർണമായി ബുക്ക് ചെയ്യപ്പെടുകയും അതിനുശേഷം ഊരാളുങ്കൽ സൊസൈറ്റി ആരംഭിച്ചിട്ടുള്ള
സംവിധാനത്തിലും ഇപ്പോൾ ആർക്കും സ്ഥലം ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധ കോഴിക്കോട്ടേക്ക് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കൂടുതൽ വ്യവസായ സംരംഭകർ IT രംഗത്ത് വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുള്ള പ്രദേശം എന്ന നിലക്ക് കൂടുതൽ IT സ്ഥാപനങ്ങൾ അവിടെ ആരംഭിക്കുന്നതിനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്നാൽ കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിന് ഒട്ടനവധി പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പ്രവാസി മലയാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ലോക കേരള സഭ ഇക്കാര്യത്തിൽ ഒരു പുതിയ ചുവടുവെപ്പാണ്. ഏതാണ്ട് 130ഓളം രാജ്യങ്ങളിലുള്ള മലയാളികളെ കോർത്തിണക്കിക്കൊണ്ട് ലോക കേരള സഭയിൽ കൊണ്ടുവന്ന് അവരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള വേദി ഒരുക്കിയെന്ന് മാത്രമല്ല 130 രാജ്യങ്ങളിലെ മലയാളികൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാനുള്ള സൗകര്യമൊരുക്കുക കൂടിയാണ് അതിവിടെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന നിരവധി ബിസിനസ് ആശയങ്ങളെ പങ്കുവെക്കാൻ സാധിച്ചു. അവരിൽ പലരും കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തയ്യാറാണ് എന്ന് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, വിദേശ രാജ്യത്തേക്ക് പല ആവശ്യങ്ങൾക്കായി പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നവരാണ് വിദേശ മലയാളികൾ. പക്ഷേ എന്തുകൊണ്ടോ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ മാന്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഇറക്കുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ സന്തോഷകരമായ വസ്തുത അവിടെയുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി മലയാളി സംഘടനകൾ, മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായ KMCC ഉണ്ട്, കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനകളുണ്ട്. അവരൊക്കെയും തന്നെ എല്ലാ തിട്ടൂരവും ലംഘിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി എന്നത് കേരളത്തിലെ ഈ വ്യാവസായിക സൗഹൃദ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള വലിയ അംഗീകാരമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ ചികിത്സാ രംഗത്തും വലിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് കുതിക്കുകയാണ്. പരമ്പരാഗത മേഖലയ്ക്ക് കുറച്ചുകൂടി വിഹിതങ്ങളും പ്രോത്സാഹനം നൽകണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ലോകമാകെ നിലനിന്ന മാന്ദ്യത്തിൻ്റെ കാലത്തിന് വിട നൽകിക്കൊണ്ട് കേരളവും വ്യാവസായിക രംഗത്തൊരു കുതിപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സർ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് കേരളം. എന്നിട്ട് പോലും പ്രതിപക്ഷം ഇതിനെതിരായി ഇവിടെ വാക്കൗട്ട് പ്രഹസനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരെ സുഖിപ്പിക്കാനാണ് എന്ന് സാന്ദർഭികമായി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കാൻ തയ്യാറായി എന്നതാണോ ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് പ്രതിപക്ഷം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 5 മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ ഈ സാമ്പത്തിക പ്രതിസന്ധികളിടയിലും തയ്യാറാണെന്ന് ബഹുമാന ധനകാര്യമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുള്ള സർക്കാർ ആയതുകൊണ്ട് തന്നെ ജനങ്ങളത് വിശ്വസിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സംസ്ഥാനത്ത് ഒരാളും വിശന്നിരിക്കരുത് എന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമായിരുന്നു. അതുകൊണ്ടായിരുന്നു വിശപ്പ് രഹിത പദകരം പദ്ധതി വളരെ വ്യാപകമായി പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചത്. ഭിന്നശേഷിക്കാരായ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കിയതാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൗമാരം വിദേശത്തേക്ക് കുടിയേറുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് കുട്ടികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിന് പഠിക്കുകയും നമ്മുടെ സർവകലാശാലകളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സാങ്കേതിക അറിവുകൾ പകരാനുള്ള സംവിധാനം, വ്യവസായത്തോട് താല്പര്യ കുട്ടികളെ വ്യവസായികളായി വാർത്തെടുക്കാനുള്ള സംവിധാനം കൊണ്ടുവന്ന് വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച സർക്കാരാണ് സർ. ഈ സർക്കാരിന്റെ ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പരിപൂർണമായും പിന്തുണക്കുന്നു. താങ്ക് യു.